700 പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റിയ ഫ്ലൈറ്റ് വന്നിങ്ങനെ നിൽക്കുവാൻ, ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്. പക്ഷെ ഇത് വന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു ബേയിൽ, പാർക്കിംഗ് ബേയിൽ കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു ട്രക്ക് കൊണ്ട് ബാക്കിൽ വന്ന് ഈ ഫ്ലൈറ്റിനെ അറ്റാച്ച് ചെയ്ത് ബാക്കിലോട്ട് പുള്ളി ചെയ്യുക. എന്നാ നാണക്കേടാ ഇത്. 700 പാസഞ്ചേഴ്സിനെ കൊണ്ട് പറക്കുന്ന ഫ്ലൈറ്റിനെ ബാക്കിൽ ഒരു ചെറിയ ട്രക്ക് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് പിന്നിലോട്ട് വലിക്കുക. ഇതിനെന്താ റിവേഴ്സ് ഗിയർ ഇല്ലേ? ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഇല്ല. സ്കൂട്ടറിനുണ്ട് റിവേഴ്സ് ഗിയർ, ഓട്ടോറിക്ഷയ്ക്കുണ്ട്, കാറിനുണ്ട്, പോട്ടെ കപ്പലിന് വരെ ഉണ്ട് റിവേഴ്സ് ഗിയർ. എന്നാൽ ഫ്ലൈറ്റിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഭൂഖണ്ഡങ്ങൾക്ക് മേൽ പറക്കാൻ വിളിയുള്ള ഒന്നിനും റിവേഴ്സ് ഗിയർ ഇല്ല. പത്തനംതിട്ടയിൽ നിന്ന് റാന്നി വരെ പോയി വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പറക്കാൻ വിളിയുള്ളവനോടാ, പറന്നുയരാൻ വിളിയുള്ളവനോട് ദൈവാത്മാവരെ നിനക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിളിക്കകത്ത്, ആ ദൗത്യത്തിനകത്ത്, ആ നിയോഗത്തിനകത്ത് ചില വ്യക്തികൾ പറന്നുയരാൻ പോവുകയാണ്. ഏതെങ്കിലും തല തകർന്ന പിശാച് നീ രക്ഷപ്പെടത്തില്ല, ഇതോടെ തീർന്നു പോകുമെന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പറയണം, എന്ത് ചെയ്യാൻ? ഞാൻ ആഗ്രഹിച്ചാൽ നടക്കാത്ത സംഭവം റിവേഴ്സ് ഗിയറിൽ പോവാൻ. കാര്യം റിവേഴ്സ് ഗിയർ എനിക്കില്ല, പിന്നോട്ടൊരു പോക്കില്ല, മുമ്പോട്ടേ പോകത്തുള്ളൂ.